നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഭദ്രകാളി അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ദേവത വീടുകളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അധികം ആരും കണ്ടിട്ടില്ല. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണുകയും എല്ലാവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 വയസ്സിന് ശേഷം രാജയോഗം വന്നു ചേരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുക. അത് പൊതുഫലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ. എന്താണ് കരിനീലി? നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കരിനീലി ചുടലമാടൻ വിഷ്ണുമായ സന്നിധി എന്താണ് ഇതിൻ്റെ ഒരിത് എന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി. നേരിട്ട് ചോദിച്ചതാണ്. ഒരു അബദ്ധവശാലും നമ്മളെ യൂട്യൂബ് കാണുന്ന ഒരാൾ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർക്കും അതുണ്ടാവാം എന്താണ് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയാമെന്ന്. അപ്പോൾ കരിനീലി അമ്മ എന്ന് പറയുമ്പോൾ നമ്മളവിടെ എല്ലാ വിധത്തിലും ആ ദേവി ചൈതന്യത്തിൽ എല്ലാ ദേവതകളെയും ദേവീപരമായിട്ടുള്ള എല്ലാ ദേവതകളും ആ ഒരു ചൈതന്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചാണ് വിശ്വസിച്ചല്ല നമ്മളതിനകത്താണ് അടക്കി ചെയ്തിരിക്കുന്നത്. കാരണവന്മാർ ആരാധിച്ചിരുന്ന ദേവതകളെല്ലാവരെയും ഇപ്പോൾ നമ്മളതിനകത്ത് വരുന്നവർക്ക് അമ്മയെ ലക്ഷ്മിയായിട്ടോ ഭദ്രയായിട്ടോ ദുർഗയായിട്ടോ അല്ലെങ്കിൽ പാർവതിയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ദേവതകളൊക്കെ ആയിട്ട് ഭുവനേശ്വരിയോ അന്നപൂർണേശ്വരിയോ ആരുമായിട്ട് നമുക്ക് ആരാധിക്കാവുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. ഒറ്റപ്പീഠത്തിലാണ് ഒരു പീഠത്തിലാണ് എല്ലാ ദേവതകളും വസിക്കുന്നത്. കരിനീലി അമ്മയാണ് പൂർവികർ ആരാധിച്ചിരുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഷ്ണുമായ ചത്തൻ സ്വാമി ഒറ്റപ്പീഠത്തിൽ തന്നെ 390 ചാത്തന്മാരെയും സങ്കല്പിച്ചിട്ടുള്ള ഒരു അപൂർവ ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ചൂടലമാടസ്വാമി അതിനകത്ത് തന്നെ ശിവപരമായിട്ടുള്ളതും എല്ലാ ദേവതകളെയും ബാക്കി വരുന്ന എല്ലാ ദേവതകളെയും വിഷ്ണുവായാലും ബ്രഹ്മാവായാലും എല്ലാവരെയും ഒറ്റപ്പീഠത്തിൽ അങ്ങനെ 3 പീഠങ്ങളാണ് നമുക്ക് കരിനീലി ചുടലമാടൻ വിഷ്ണുമായ സന്നിധിയിലുള്ളത്. അതുപോലെ തന്നെ അതിന് പുറമെ നാഗരാജാവ് നാഗേക്ഷി സങ്കല്പങ്ങൾ പൂർവിക രീതിയിലുള്ള കാടിൽ തന്നെയാണ് നമ്മൾ കാട് വെട്ടി നശിപ്പിക്കാതെ സർപ്പക്കാവിൽ തന്നെയാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ്. നിത്യപൂജ ഇല്ലാത്തൊരു ക്ഷേത്രം. എല്ലാ മാസത്തിലെ കർത്തവാവിനും പൗർണമിക്കാണ് പൂജകൾ നടക്കുക. ശാക്തേയ വിധിപ്രകാരമുള്ള പൂജകൾ പൂർവിക ആചാരത്തിൽ ചെയ്യുന്ന രീതിയിലുള്ള പൂജാവിധികൾ അണുവിടവ് തെറ്റാതെ നമ്മൾ ഇന്നും പൂർവികർ ആരാധിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ ആരാധിച്ചു പോരുന്നു. അപ്പോൾ അതിനകത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഭണ്ഡാര സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ ഇത്ര രൂപ എന്നുള്ളൊരു സങ്കല്പമില്ല. നമുക്ക് വരുന്നു നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ദേവതയ്ക്ക് എന്ത് കൊടുക്കണം നമ്മൾ തീരുമാനിക്കുന്നു. അതാണ് അവിടെ ഉള്ളത്. ആരിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ സംഭാവനയായിട്ടോ ഒന്നും മേടിക്കാറില്ല. പിന്നെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മേടിച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നടത്തി പോരുന്നു, അത്ര തന്നെ. പുറത്തു നിന്നും ആരെന്ത് കൊണ്ടുവന്നാലും നമ്മൾ സ്വീകരിക്കും. പ്ലസ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദേവതകളായതുകൊണ്ട് നമ്മൾ പൂർവ്വത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. അതിന് പ്ലസ്സായിട്ട് നമ്മൾ ആരെന്ത് കൊണ്ടുവന്നാലും അതെല്ലാം നമ്മളവിടെ വെച്ച് നേദിച്ച് ദേവീനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വഴിപാട് കഴിക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ പറയുന്ന നമ്മൾ വീഡിയോസിലൂടെയൊക്കെ പറയുന്നുണ്ട് അതെല്ലാം നമുക്കവിടെ സൗജന്യമായ നിരക്കിലാണ് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫീസ് നമ്മൾ അതിൽ നിന്ന് ഈടാക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഫീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലത് നമുക്ക് ഫീസ് മേടിച്ച് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ടാകും. അതിന് ചിലപ്പോൾ ഉണ്ടാകും. അല്ലെങ്കിൽ അവിടെ ഇറങ്ങുന്ന ഒരു ഭണ്ഡാര സങ്കല്പം നിലവിലില്ല. നമുക്ക് ശാക്തേയ പ്രകാരം ആരെയും നമ്മൾ ദ്രോഹിക്കാനുള്ള കർമ്മങ്ങൾ അവിടെ നടക്കുന്നില്ല. ആഭിചാരങ്ങളോ അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നുമില്ല. ശുദ്ധകർമ്മങ്ങളാണ് നടക്കുന്നത്. ശുദ്ധകർമ്മമാണെങ്കിൽ പോലും ശാക്തേയ പ്രകാരം നടക്കുന്നത് ഉള്ള കർമ്മങ്ങളാണ്. ദയവ് ചെയ്ത് ആരും നമുക്ക് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ആരും വരേണ്ടതില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്താൽ നമ്മൾ വശ്യം ചെയ്ത് കൊടുക്കുന്ന വശ്യപ്രയോഗ രീതികൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ ഇറങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാനും എല്ലാവരും സമ്മതമായിട്ടുള്ളവരെ ഒന്നിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, വിവാഹ പ്രശ്നങ്ങളൊക്കെ മാറുന്നതും പിന്നെ സർവകാര്യ വിജയവും സർവകാര്യ സാധ്യമൊക്കെ നടത്തി തരുന്ന ഒരു ദേവതാസ്ഥാനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക്
ഉത്സവാദി കാര്യങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് അവിടേക്ക് ഭഗവതിയുടെ ഉത്സവം വരുന്നത്. ഇടവത്തിലെ അത്തം നക്ഷത്രവും മകരത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ഉത്സവം വരുന്നത്. ഈ 2 ദിവസങ്ങളാണ് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശനം പുറത്തുള്ള ഭക്തജനങ്ങൾക്കുള്ളൂ. അല്ലാതെ വരുന്നവർക്ക് പുറത്തുനിന്ന് പ്രാർത്ഥിക്കാം, ഭഗവതിയുടെ അനുഗ്രഹം മേടിക്കാം, പോകാം. ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഭഗവതിയുടെ ഇതമനുസരിച്ച് നമ്മളൊന്നുകൂടി ദേവപ്രശ്നം കാര്യങ്ങളൊക്കെ വെച്ച് ഭക്തജനങ്ങളെ അകത്ത് കയറ്റാമോ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ ആരെയും കയറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേവതാ സങ്കല്പത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് പ്രവഹിക്കണം. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു ഊർജ്ജം പോസിറ്റീവ് എനർജി, ഇവിടെ പോസിറ്റീവ് എനർജി ഇല്ലയെന്നല്ല, ആ പോസിറ്റീവ് എനർജി കൂടുതലാണ്. അപ്പോൾ കൂടുതൽ നമ്മളുടെ ശരീരത്തേക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് തലവേദന അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നു, ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഇത് പറയുന്നു ഭക്തജനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് വന്നിട്ട് ഐശ്വര്യം മാത്രമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല. പക്ഷേ അവർക്ക് തൊഴുത് കഴിയുമ്പോൾ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു എന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഉത്സവാദി കാര്യങ്ങൾക്ക് മാത്രം ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള പൂജകളാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുഷിപ്പിച്ചു എന്നറിയാം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾക്കൊരു ഗ്രാഹ്യമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ 50 വയസ്സിന് ശേഷം രാജ്യവും വന്ന് ചേരുന്ന നക്ഷത്രജാതരെക്കുറിച്ചിട്ടാണ്. അപ്പോൾ പൊതുഫലമാണ് പറയുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്താലും നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നക്ഷത്രക്കാരെ ഒന്ന് പറയാം. അശ്വതി, ഭരണി, കാർത്തിക, പിന്നെ മൂലം, തിരുവോണം, അവിട്ടം. അശ്വതി, ഭരണി, കാർത്തിക, മൂലം, തിരുവോണം, അവിട്ടം എന്നീ 6 നക്ഷത്രജാതരാണ് 50 വയസ്സിന് ശേഷം രാജയോഗമുള്ള നക്ഷത്രങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അറിവെത്തിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.